ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻസെക്റ്റ് ഹെഡിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. ഇൻസെക്റ്റ് ഹെഡിൻ്റെ ക്ലാസ്സിൽ മീൻസ് ആ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം ഇൻസെക്റ്റ് ഹെഡിലുള്ള കുറച്ച് അപ്പൻഡേജസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സെഫാലിക് അപ്പൻഡേജസ് എന്ന് പറയും. അതിൽ പെടുന്നതാണ് ആൻറ്റിന ആൻഡ് ദി മൗത്ത് പാർട്സ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് ഒരു ഇൻസെക്റ്റ് ആൻറ്റിന, എന്തിനാണ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസെക്റ്റ് ആൻറ്റിന. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് ആൻ ആൻറ്റിന ഓർ വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ആൻ ആൻറ്റിന? So antennae are uniramous, that is unbranched, segmented and mobile structures which are basally fixed into deep antennal sockets called antennifer. ഓക്കെ, അപ്പം ആൻറ്റിന എന്ന് പറയുന്നത് അൺബ്രാഞ്ച്ഡ് ആണ്. ഒറ്റ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, ഇനി ബ്രാഞ്ചിങ് ഒന്നും ഉണ്ടാവില്ല. ദെൻ സെഗ്മെൻറ്റഡ് ആയിരിക്കും. And they are mobile structures, and move in the structures ആണ്. And they are basally fixed deep into an antennal socket. ഒരു ആൻറ്റിനൽ സോക്കറ്റിലേക്ക് ഡീപ്പായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. ആ സോക്കറ്റിന് പറയുന്ന പേരാണ് ആൻറ്റിനിഫർ. ഓക്കെ, ദെൻ ആൻറ്റിനൽ സോക്കറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് ആൻ ആൻറ്റിനൽ സ്യൂച്ചർ. ആൻറ്റിനൽ സോക്കറ്റിനൊരു ആൻറ്റിനൽ സ്യൂച്ചർ ഉണ്ടാവും. ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ആൻറ്റിനൽ സോക്കറ്റിന് നമ്മുടെ ഈ ആൻറ്റിന ചെന്ന് ഇരിക്കാൻ വേണ്ടി പ്രോപ്പറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്യൂച്ചറാണ് ആൻറ്റിനൽ സ്യൂച്ചർ. The base of the socket is connected to the edge of the socket by an articulary membrane, and this permits the free movement of the antenna. അതായത് ആൻറ്റിന ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അതൊരു കാരണവശാലും അത് തലയിൽ നിന്ന് വിട്ടു പോരാൻ പാടില്ല. അപ്പം അത് അത്രത്തോളം ഉറപ്പിച്ചായിരിക്കും ആ തലയിലുള്ള ആ സോക്കറ്റിലേക്ക് ഫിറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് ആൻറ്റിന എന്ന് പറയുന്നത്. ഇനി ആൻറ്റിനയുടെ പാർട്സ്. ആൻറ്റിനയ്ക്ക് മെയിനായിട്ടും 3 പാർട്സാണ് ഉള്ളത്. അതിൽ ഏറ്റവും താഴെ കാണുന്ന സെഗ്മെൻറ്റ്, ഏറ്റവും അടിയിൽ, അതായത് ആൻറ്റിനൽ സോക്കറ്റിലേക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ട് കാണുന്ന ഈ സെഗ്മെൻറ്റാണ് സ്കേപ്പ്. First segment of the antenna, it articulates with the head capsule through antennifer, which provides the movement for the scape. സ്കേപ്പിന് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് ആൻറ്റിനയുടെ ഫസ്റ്റ് സെഗ്മെൻ്റ് ആണ് സ്കേപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദി പെഡിസൽ. പെഡിസൽ ഇസ് ദ സെക്കൻഡ് ഓർ മിഡിൽ സെഗ്മെൻറ്റ് ഓഫ് ദി ആൻറ്റിന. അതായത് സ്കേപ്പിന് തൊട്ട് മുകളിൽ കാണുന്ന പോർഷനാണ് എന്ത് പെഡിസൽ എന്ന് പറയുന്നത്. or middle segment of antenna that forms a joint between the scape and the flagellum. It consists of a special auditory organ known as Johnston's organ. Johnston's organ എന്ന് പറയുന്ന ഓഡിറ്ററി ഓർഗൻ. ഓഡിറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ ഹിയറിംഗ് ഓർഗൻ എന്നാണ് അർത്ഥം. ഓക്കെ, കേൾക്കാൻ മീൻസ് ഇൻസെക്ട്സിന് കേൾക്കാൻ സഹായിക്കുന്ന ഒരു ഓർഗൻ ഇരിക്കുന്നത് ആൻറ്റിനയിൽ ആണ്. മീൻസ് ആൻറ്റിനയുടെ പെഡിസൽ എന്ന് പറയുന്ന പോർഷനിൽ ആണ്. ഓക്കെ, അപ്പം ആ ഓഡിറ്ററി ഓർഗന് പറയുന്ന പേരാണ് ജോൺസ്റ്റൺസ് ഓർഗൻ. ഇപ്പോൾ ജോൺസ്റ്റൺസ് ഓർഗൻ ആൻറ്റിനയിലുള്ള ഏത് സെഗ്മെൻറ്റിലാണെന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇറ്റ് ഈസ് പെഡിസൽ, അല്ലെങ്കിൽ സെക്കൻഡ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ മിഡിൽ സെഗ്മെൻറ്റ്. പെഡിസൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ബാക്കിയുള്ള പോർഷൻ. ഇപ്പോൾ ഫസ്റ്റ് സെഗ്മെൻറ്റ് സ്കേപ്പാണ്, രണ്ടാമത്തെ സെഗ്മെൻറ്റ് പെഡിസൽ. ബാക്കിയുള്ള സെഗ്മെൻറ്റ്സിനെ എല്ലാം കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് ഫ്ലജെല്ലം. It is the last antennal segment which consists of many segments that varies in shape and size. A single unit or segment is a flagellomere. This is also called as clavola. ഓക്കെ, ഇത് മൊത്തത്തിൽ പറയുന്നത് ഇത്രയും ഭാഗത്തിന്, ഇത്രയും സെഗ്മെൻറ്റ്സിന് ഒരുമിച്ച് പറയുന്ന പേരാണ് ഫ്ലജെല്ലം. ഇതിലെ ഒരു സിംഗിൾ സെഗ്മെൻറ്റിന് പറയുന്ന പേരാണ് ഫ്ലജെല്ലോമിയർ. ഓക്കെ, ഫ്ലജെല്ലോമിയർ. ഈ ഫ്ലജെല്ലത്തിൻ്റെ മറ്റൊരു പേരാണ് ക്ലവോള. ഓക്കെ, അപ്പം ആൻറ്റിനയ്ക്ക് 3 പാർട്സ് ഉണ്ട്. ഫസ്റ്റ് 3 പാർട്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് സ്കേപ്പാണ്. സ്കേപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെഗ്മെൻ്റ് ആണ്. അത് ഹെഡ് ക്യാപ്സ്യൂളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോർഷനാണ്. സെക്കൻഡ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് പെഡിസലാണ്. ഇറ്റ് ഈസ് ദ മിഡിൽ സെഗ്മെൻറ്റ് ബിറ്റ്വീൻ ദ സ്കേപ്പ് ആൻഡ് ദി ഫ്ലജെല്ലം. ഫ്ലജെല്ലം എന്ന് പറയുന്നത് ലാസ്റ്റ് ആൻറ്റിനൽ സെഗ്മെൻറ്റ്സ് ആണ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി സെഗ്മെൻറ്റ്സ് ആൻഡ് ഈച്ച് സിംഗിൾ സെഗ്മെൻറ്റ് ഈസ് നോൺ ആസ് ഫ്ലജെല്ലോമിയർ. ഓക്കെ,
ഇനി ഇപ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിന. ഓരോ ടൈപ്പ് ഇൻസെക്റ്റിനും ഓരോ ടൈപ്പ് ആൻറ്റിനയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് ഫിലിഫോം ആൻറ്റിനി. ഫിലിഫോം ആൻറ്റിനി. ഫിലിഫോം ആൻറ്റിനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ത്രെഡ് ലൈക്ക് ആൻറ്റിനി ആയിരിക്കും. ഇതാ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു നൂല് പോലുള്ള ആൻറ്റിനി ആയിരിക്കും ഫിലിഫോം ആൻറ്റിനി. ദ സെഗ്മെൻറ്റ്സ് ആർ മോർ ഓർ ലെസ് യൂണിഫോം ത്രൂ ഔട്ട് ഫ്രം ദ ബേസ് ടു ദ അപ്പെക്സ്. ബേസ് മുതൽ അപ്പെക്സ് വരെ. അതായത് നൂലെന്ന് പറയുമ്പം അതിന് വ്യത്യാസമൊന്നുമില്ലല്ലോ, ഏതറ്റം എടുത്താലും ഒരുപോലെ ഇരിക്കും. അപ്പം അത് ഫസ്റ്റ് സെഗ്മെൻറ്റും ലാസ്റ്റ് സെഗ്മെൻറ്റും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരേ ഷേപ്പിൽ പോവുകയാണെങ്കിൽ അങ്ങനെ പറയുന്ന സെഗ്മെൻറ്റ് മീൻസ് ആൻറ്റിനിക്കാണ് നമ്മൾ ഫിലിഫോം ആൻറ്റിനി എന്ന് പറയുന്നത്. ആൻഡ് ദേ നെവർ എൻഡ്സ് വിത്ത് ബ്രിസിൽ. അതിൻ്റെ അറ്റത്ത് ബ്രിസിൽസോ അല്ലാതെ ഇങ്ങനെ കൂർത്ത മുനമ്പോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എല്ലാ സെഗ്മെൻറ്റും ഒരുപോലെ ഇരിക്കും. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, എല്ലാ സെഗ്മെൻറ്റും ഒരുപോലെ ഇരിക്കും. ഫസ്റ്റ് സെഗ്മെൻറ്റ് പോലെ തന്നെയാണ് അതിൻ്റെ അറ്റത്തുള്ള സെഗ്മെൻറ്റ്. സ്കേപ്പും ഫ്ലജല്ലവും ഏകദേശം ഒരുപോലെ ഇരിക്കും. ദെൻ എക്സാമ്പിൾ ഗ്രാസ് ഹോപ്പർ. ഗ്രാസ് ഹോപ്പറിൽ കാണുന്ന ടൈപ്പ് ഓഫ് ആൻറ്റിന ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫിലിഫോം ആൻറ്റിനി. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഇസ് സീറ്റേഷ്യസ് ആൻറ്റിനി ഓർ വിപ്പ് ഓർ ബ്രിസിൽ ലൈക്ക് ആൻറ്റിനി. സീറ്റേഷ്യസ് ആൻറ്റിനി എന്ന് പറയുന്നത് ഫിലിഫോം ആൻറ്റിനെ പോലെ തന്നെ ഇരിക്കും. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അറ്റത്തോടെത്തും തോറും അതിൻ്റെ സൈസ് കുറഞ്ഞ് ലാസ്റ്റ് ഒരു സൂചിമന പോലെ നിൽക്കും. ഫിലിഫോം ആൻറ്റിന നൂല് പോലെയാണെങ്കിൽ സിറ്റീഷ്യസ് ആൻറ്റിന ഒരു സൂചി പോലെയാണ് എന്ന് പറയാൻ പറ്റും. അതിൻ്റെ അറ്റത്തോട്ട് വരുമ്പോഴും കൂർത്ത് വരും. സോ സെഗ്മെൻറ്റ്സ് ഗ്രാജുവലി ഡിക്രീസ് ഇൻ സൈസ് ഫ്രം ബേസ് ടു എപ്പെക്സ് പ്രസൻറ്റിംഗ് എ വെബ് ഓർ ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചർ. എക്സാമ്പിൾ കോക്രോച്ച്. അപ്പം ഗ്രാസ് ഹോപ്പറിൽ കാണുന്ന ആൻറ്റിന എന്ന് പറയുന്നത് ഫിലിഫോം ആൻറ്റിനയാണ്. കോക്രോച്ചിൽ കാണുന്നത് സിറ്റീഷ്യസ് ആൻറ്റിന ആണ്. Next is the moniliform antennae. Filiform, then comes the cetaceous antenna. മൂന്നാമത്തേത് moniliform antenna. moniliform antennaയുടെ പ്രത്യേകത they are string of beads. മുത്തുകൾ ഇങ്ങനെ നമ്മൾ മുത്തുമാല എടുക്കത്തില്ലേ, അതുപോലെ മുത്തുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്ന പോലെ ആയിരിക്കും moniliform antennae. It's like a string of beads. ഇത് നല്ല നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. The segments are round or oval with well-developed constrictions between the segments. Well-developed constrictions ഉണ്ടാവും. ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഓരോ സെഗ്മെൻറ്റ് കഴിഞ്ഞിട്ടും ഒരു കറക്റ്റായിട്ട് ഒരു ക്ലിയർ കട്ട് മീൻസ് ഡിഫറൻസ് ഉണ്ട് രണ്ട് സെഗ്മെൻറ്റ് തമ്മിൽ അല്ലേ. അപ്പം ബീഡ് ലൈക്ക് ശരിക്കും ഒരു മുത്ത് കോർത്തിട്ടിരിക്കുന്ന പോലെ തന്നെ ഇരിക്കും. അപ്പിയറിംഗ് ലൈക്ക് എ സ്ട്രിങ് ഓഫ് ബീഡ്സ്. എക്സാമ്പിൾ ടെർമൈറ്റ്സ്. ചിതലുകളിൽ കാണുന്ന ടൈപ്പ് ഓഫ് ആൻറ്റിനയാണ് moniliform ആൻറ്റിനി. ദെൻ നെക്സ്റ്റ് ഈസ് ദി പെക്റ്റിനേറ്റ് ആൻറ്റിനി. പെക്റ്റിനേറ്റ് ആൻറ്റിനി എന്ന് പറയുന്നത് കോംപ് ലൈക്ക് ആയിരിക്കും, നമ്മുടെ ചീപ്പ് പോലെ ഇരിക്കും പെക്റ്റിനേറ്റ് ആൻറ്റിനി. The segment possess lateral processes on one side giving a comb-like appearance. അതായത് ആൻറ്റിനയിൽ നിന്നും സൈഡിലേക്ക് ഒരു പ്രോസസ്സസ് ഉണ്ടാവും. അത് ബ്രാഞ്ചിങ് എന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പോലെ ഒരു പ്രോസസ്സായിട്ട് കാണാൻ പറ്റും, ജസ്റ്റ് ലൈക്ക് എ കോംബ്. എക്സാമ്പിൾ ഫീമെയിൽ ആർക്റ്റിഡ് മോത്ത് ആൻഡ് ദി ഫയർഫ്ലൈസ്. ഇവിടെ മിന്നാമിനിങ്ങിൽ കാണുന്ന ടൈപ്പ് ഓഫ് ആൻറ്റിനയാണ് പെക്റ്റിനേറ്റ് ആൻറ്റിനി. ഇനി പെക്റ്റിനേറ്റ് ആൻറ്റിനയുടെ തന്നെ ഒരു മോഡിഫിക്കേഷനാണ് ബൈപെക്റ്റിനേറ്റ് ആൻറ്റിനി. പെക്റ്റിനേറ്റ് ആൻറ്റിനയുടെ ഒരു സൈഡിലോട്ടെ കോംപ്ലൈക്ക് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ പ്രോസസ്സസ് ഉണ്ടായിരുന്നുള്ളൂ. ബൈപെക്റ്റിനേറ്റ് എന്ന് പറയുമ്പോൾ ബൈ മീൻസ് ടു, അപ്പം രണ്ട് സൈഡിലേക്കും എന്തുണ്ടാവും, ഈ പ്രോസസ്സസ് വരികയാണെങ്കിൽ ഒരു ഫെദർ പോലെ വരികയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബൈപെക്റ്റിനേറ്റ് ആൻറ്റിനി. സെഗ്മെൻറ്റ്സ് പിയർ lateral processes on either side giving double comb-like appearance. Example, male lymantrid moth and the mulberry silk moth. ഡബിൾ കോംപ്ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അതായത് ഇതിൽ നോക്കിയാൽ കാണാം മെയിൽ ലൈമാൻഡ്രിഡ് മോത്ത് അല്ലെങ്കിൽ മൾബറി സിൽക്ക് മോത്ത്. അതാ ഈ കാണുന്നതാണ് ബൈപെക്റ്റിനേറ്റ് ആൻറ്റിനി. നെക്സ്റ്റ് ഇസ് ദി സെറേറ്റ് ആൻറ്റിന. സെറേറ്റ് ആൻറ്റിന എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് സോ എന്ന് പറയുമ്പോൾ എന്താ പറയുക, അരം പോലെ ഇരിക്കും.
saw-like antenna. The segments of the flagellum are triangular with projecting points on one side, giving a saw-like appearance. അരം പോലെ ഇരിക്കും, അതായത് ഒരു സൈഡ് ഷാർപ്പായിരിക്കും. ഇത് ട്രയാങ്കുലർ സെഗ്മെൻറ്റ്സ് ആയിരിക്കും, അതിൻ്റെ ഒരു സൈഡ് ഷാർപ്പായിട്ട് ഇരിക്കും. എക്സാമ്പിൾ ബീറ്റിൽസിലാണ്, അതായത് വണ്ടുകളിലാണ് ഇത് കൂടുതലും കാണുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ലോഞ്ചിക്കോൺ ബീറ്റൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ്. ഓക്കെ, ഇവിടെ പൾസ് ബീറ്റൽ, ജ്വൽ ബീറ്റൽ, ക്ലിക്ക് ബീറ്റൽ എക്സെട്ര, അങ്ങനെ ബീറ്റൽ ഗ്രൂപ്പിലാണ് കൂടുതലായിട്ടും ഈ ടൈപ്പ് ഓഫ് ആൻറ്റിനെ കാണുന്നത്. സെറേറ്റ് ആൻറ്റിനെ ഒരു ഭാഗം മാത്രം കൂർത്തിരിക്കും. നെക്സ്റ്റ് ഈസ് ദി ക്ലാവേറ്റ് ആൻറ്റിന. ബട്ടർഫ്ലൈസിൽ കാണുന്ന ടൈപ്പ് ഓഫ് ആൻറ്റിനയാണ് ക്ലവേറ്റ് ആൻറ്റിന. ക്ലവേറ്റ് ആൻറ്റിന എന്ന് പറഞ്ഞാൽ ക്ലബ്ഡ് ആൻറ്റിന. അതിൻ്റെ ഏറ്റവും അറ്റത്തെ ഏറ്റവും ലാസ്റ്റ് സെഗ്മെൻറ്റ്, ഫ്ലജല്ലത്തിൻ്റെ ലാസ്റ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ക്ലബ്ഡ് ആയിരിക്കും, കുറച്ച് സ്വള്ളനായിരിക്കും. Segments gradually increase in diameter from base to the tip, ending in a club-like apical part. ഒരു club-like apical part. ഇത് gradually increase ചെയ്ത് ഏറ്റവും അറ്റത്ത് വരുമ്പോൾ ഒരു club-like ആയിട്ട് മാറും, ഒരു സ്വള്ളൻ പാർട്ട്. എക്സാമ്പിൾ ബട്ടർഫ്ലൈസ്. ക്ലവേറ്റ് ആൻറ്റിനെ കാണുന്നത് ബട്ടർഫ്ലൈസിൽ ആണ്. നെക്സ്റ്റ് ഈസ് ക്ലവേറ്റ് വിത്ത് ഹുക്ക്, അതായത് ഹുക്ക്ഡ് ആൻറ്റിന എന്ന് പറയും. ഹുക്ക്ഡ് ആൻറ്റിന ഇത് ക്ലവേറ്റ് പോലെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ അറ്റം എന്ന് പറയുന്നത് ഇങ്ങനെ സ്വള്ളനായിരിക്കില്ല, ഒരു ഹുക്ക് പോലെ ഇരിക്കും. ഈ സെക്കൻഡ് പിക്ചറിൽ കാണുന്നത് ഇതാണ് ക്ലവേറ്റ് ആൻറ്റിന, അതായത് ക്ലബ്ഡ് ആൻറ്റിന എന്ന് പറയുന്നത്. ഇത് ക്ലവേറ്റ് വിത്ത് ഹുക്ക്, അതായത് ക്ലബിന് പകരം അതിന് ഒരു ഹുക്കായിട്ടായിരിക്കും കാണുന്നത്. The segments gradually increase in diameter from base to tip, and the last one ends with a small hook-like structure. Example, skipper butterflies. Hooked antennae. ഇതിന് ഹുക്ക്ഡ് ആൻറ്റിന എന്നാണ് പറയുന്നത്. ഒരു ക്ലബ്ഡ് ആൻറ്റിന വിത്ത് ഹുക്ക് എന്ന് പറയുമ്പോൾ ഹുക്ക്ഡ് ആൻറ്റിന എന്നാണ് പറയുന്നത്. അപ്പോൾ ഹുക്ക്ഡ് ആൻറ്റിനെ കാണുന്നത് ഏത് ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസിലാണ് എന്നൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇത് സ്കിപ്പർ ബട്ടർഫ്ലൈസ്. സ്കിപ്പർ ബട്ടർഫ്ലൈസ്. ബട്ടർഫ്ലൈസിൽ കാണുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിനയാണ്. കോമൺ ആയിട്ട് കാണുന്നതാണ് ക്ലവേറ്റ് ആൻറ്റിനെ അല്ലെങ്കിൽ ക്ലബ്ഡ് ആൻറ്റിനെ. പിന്നെ സ്കിപ്പർ ബട്ടർഫ്ലൈസിൽ കാണുന്നതാണ് ഹുക്ക്ഡ് ആൻറ്റിനെ. പിന്നെ ഈ മൂന്നെണ്ണം, ബാക്കി വരുന്ന 3 ടൈപ്പ് ഓഫ് ആൻറ്റിനയും കാണുന്നത് മോത്സിലാണ്, നിശാശലഭങ്ങളിലാണ് കൂടുതലായിട്ടും കാണുന്നത്. ദെൻ ക്യാപിറ്റേറ്റ് ആൻറ്റിന. ക്യാപിറ്റേറ്റ് ആൻറ്റിന എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ക്ലബ്ഡ് വിത്ത് നോബ് എന്ന് പറയും. ക്ലബ്ഡ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് 3 to 5 സെഗ്മെൻറ്റ്സ് മറ്റ് നമ്മൾ ക്ലബ്ഡ് ആൻറ്റിന എടുക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് സെഗ്മെൻറ്റ് മാത്രമായിരിക്കും അല്ലെങ്കിൽ ഒരു ക്ലബ്ബായിട്ട് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 2 to 3 സെഗ്മെൻറ്റ്സ് ആണ് ഒരു ക്ലബ്ബായിട്ട് മാറുന്നത്. ഇവിടെ എടുക്കുമ്പോഴത്തേക്കും അതിൽ കൂടുതൽ സെഗ്മെൻറ്റ്സ് വരും. ഈ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും, കുറേയും കൂടി സ്വള്ളനായിരിക്കും, സെഗ്മെൻറ്റഡ് ആയിരിക്കും. ഒറ്റ ഇതായിട്ടല്ല കാണുന്നത്, അത് കുറച്ചുകൂടി സെഗ്മെൻറ്റഡ് ആയിട്ടാണ് കാണുന്നത്. സോ ദ സെഗ്മെൻറ്റ്സ് ഗ്രാജുവലി ഇൻക്രീസ് ഇൻ ഡയമീറ്റർ ഫ്രം ബേസ് ടു ദി അപ്പെക്സ്, and the terminal 3 to 5 segments gradually enlarged to form a knob-like structure. Example, red floor beetle and some butterflies. That's capitate antennae. Next is geniculate antennae. Geniculate antennae എന്ന് പറയുന്നത് എൽബോഡ് ആൻറ്റിന അല്ലെങ്കിൽ എൽബോ ഷേപ്പ് ആയിരിക്കും അതിനുള്ളത്. എൽബോ ഷേപ്പ് എന്ന് ഫസ്റ്റ് സെഗ്മെൻറ്റ് സ്കേപ്പ് എന്ന് പറയുന്നത് കുറച്ച് നീളക്കൂടുതലായിരിക്കും. നമ്മൾ ഇത്രയും പഠിച്ചതിൽ ഇച്ചിരി സ്കേപ്പിന് നീളക്കൂടുതലുള്ള ഒരു ടൈപ്പ് ഓഫ് ആൻറ്റിനയാണ് ജെനിക്കുലേറ്റ് ആൻറ്റിനെ. ഇവിടെ പെഡിസെൽ എന്ന് പറയുന്നത് ചെറുതായിരിക്കും. ഫ്ലജല്ലോ ഈ സ്കേപ്പും തമ്മിലൊരു ആംഗിള് മേക്ക് ചെയ്യും. അതാണ് എൽബോഡ് ആൻറ്റിന. ഇറ്റ് ഈസ് സീൻ ഇൻ ആൻസ് ആൻഡ് ദി ഹണി ബീസ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതാണ് എൽബോ ഷേപ്ഡ് ആൻറ്റിന. എൽബോ ഷേപ്ഡ് ആൻറ്റിന. ഓക്കെ, അപ്പം ഫസ്റ്റ് സെഗ്മെൻറ്റ് സ്കേപ്പ് ഈസ് ഗ്രേറ്റ്ലി ഇലോങ്ങേറ്റഡ് ആൻഡ് ഫ്ലജല്ലം മേക്സ് ആൻ ആംഗിൾ വിത്ത് സ്കേപ്പ് ലൈക്ക് ആൻ എൽബോ. എക്സാമ്പിൾ ആൻസ് ആൻഡ് ദി ഹണി ബീസ്. നെക്സ്റ്റ് ഈസ് ദ lamellate type of antennae. They are plate-like antennae. The terminal segments expanded to one side
and form broad plate or leaf-like structure. Broad plate or leaf-like structure. Example, rhinoceros beetle, dung rollers and chafer beetles. ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് നെക്സ്റ്റ് ചാപ്റ്റർ, നെക്സ്റ്റ് യൂണിറ്റിൽ ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൻ്റെ അടുത്ത യൂണിറ്റിൽ പെസ്റ്റ് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ആൻറ്റിന സീൻ ഇൻ റൈനോസറസ് ബീറ്റൽസ് ലാമെല്ലേറ്റ് ആൻറ്റിന. നെക്സ്റ്റ് ഇസ് ദി ഫ്ലാബെല്ലേറ്റ് ആൻറ്റിന. ലാമെല്ലേറ്റ് കാണുന്നത് അതിലാണ് റൈനോസറസ് ബീറ്റിലാണ്. അവിടെ ലാസ്റ്റ് സെഗ്മെൻറ്റ്സ് ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചറായിട്ടായിരുന്നു മാറുന്നത്. ഇവിടെ ഫ്ലബെല്ലേറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അതൊരു ഫെദർ ലൈക്ക് സ്ട്രക്ചറായിട്ടാണ് മാറുന്നത്. ഓക്കെ, ദ പ്രൊജക്ഷൻസ് ഓഫ് സം അപ്പർ സെഗ്മെൻറ്റ്സ് ബിക്കം ലോങ് ആൻഡ് ഫോം എ ഫെദർ ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ദി ഫ്ലബെല്ല. ഇത്രയും സെഗ്മെൻറ്റ്സിന് ഒരുമിച്ച് പറയുന്ന പേരാണ് ഫ്ലബെല്ല. എക്സാമ്പിൾ, സ്റ്റൈലോപിഡ്സ്. സ്റ്റൈലോപിഡ്സ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻസെക്ട് ഗ്രൂപ്പിലാണ് ഈ ടൈപ്പ് ഓഫ് ആൻറ്റിനെ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദി പ്ലൂമോസ് ആൻറ്റിനി. പ്ലൂമോസ് ആൻറ്റിനി എന്ന് പറയുന്നത് ദേ ആർ ബ്രഷ് ലൈക്ക് വിത്ത് ഡെൻസ് ഹെയർസ്. പ്ലൂമോസ് ആൻറ്റിനി എന്ന് പറയുന്നത് ബ്രഷ് ലൈക്ക് ആണ് വിത്ത് ഡെൻസ് ഹെയർസ്. ഒരുപാട് ഹെയർസ് ഉണ്ടാവും. ദ വേൾസ് ഓഫ് ഹെയർസ് അറൈസ് ഫ്രം ഈച്ച് ജോയിൻറ്റ് ഓഫ് ദി സെഗ്മെൻറ്റ് ആൻഡ് ഈച്ച് വേൾ കണ്ടെയ്ൻസ് എ നമ്പർ ഓഫ് ഹെയർസ്. ഒരു വേളിൽ നിന്ന് ഇഷ്ടം പോലെ ഹെയർസ് ഉണ്ടാവും. എക്സാമ്പിൾ, മെയിൽ മോസ്കിറ്റോ. അപ്പോൾ മെയിൽ മോസ്കിറ്റോയിൽ കാണുന്ന ടൈപ്പ് ഓഫ് ആൻറ്റിനി എന്ന് പറയുന്നത് പ്ലൂമോസ് ആൻറ്റിനിയാണ്. അതേസമയം ഫീമെയിൽ മോസ്കിറ്റോയിൽ കാണുന്ന ആൻറ്റിനൽ ടൈപ്പ് എന്ന് പറയുന്നത് പൈലോസ് ആൻറ്റിനിയാണ്. ഓക്കെ, ഇവരുടെ ടാക്സോണമിക് ഡിസ്റ്റിങ്വേഷന് വേണ്ടി, അതായത് ഫീമെയിൽ മോസ്കിറ്റോയും മെയിൽ മോസ്കിറ്റോയും തമ്മിൽ തിരിച്ചറിയാനായിട്ട് നമുക്ക് ഈ ടൈപ്പ് ഓഫ് ആൻറ്റിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. സോ ദീസ് ആർ ബ്രഷ് ലൈക്ക് വിത്ത് സ്പേഴ്സ് ഹെയർസ്. ഇവിടെ ഇഷ്ടം പോലെ ഹെയർസ് ഉണ്ടായിരുന്നു, ഡെൻസ് ഹെയർസ് ആയിരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും അത് സ്പേഴ്സ് ഹെയർസ്, കുറച്ച് ഹെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇറ്റ്സ് ലുക്സ് ലൈക്സ് എ പ്ലൂമോസ് ആൻറ്റിനെ ബട്ട് ഈച്ച് വാൾ കണ്ടെയ്ൻസ് ലെസ് നമ്പർ ഓഫ് ഹെയർസ്. എക്സാമ്പിൾ, ഫീമെയിൽ മോസ്കിറ്റോ. ഓക്കെ, ഇതാണ് മെയിൽ അനോഫിലസ് ആൻഡ് ഫീമെയിൽ ക്യൂലോസിൻ മോസ്കിറ്റോസ് ആണ് ഇത് കാണിക്കുന്നത്. അത് അവരുടെ ആൻറ്റിനെ വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഏതാണ് മെയിൽ, ഏതാണ് ഫീമെയിൽ. വേറൊരു ഡിസ്റ്റിങ്വിഷൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അവരുടെ മൗത്ത് പാർട്സ് ആണ്. അത് നമുക്ക് മൗത്ത് പാർട്സ് പഠിക്കുമ്പോഴത്തേക്കും പഠിക്കാം. നെക്സ്റ്റ് ഈസ് ദി അരിസ്റ്റേറ്റ് ആൻറ്റിനി. ഓക്കെ, ഓരോ ആൻറ്റിനിക്കും ഓരോ പേരുകളാണ്. ഈ പേരുകളെല്ലാം എഴുതി പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കത്തില്ല. അരിസ്റ്റേറ്റ് ആൻറ്റിന എന്ന് പറയുന്നത് പൗച്ച് ലൈക്ക് ആൻറ്റിനെ വിത്ത് ലാറ്ററൽ ബ്രിസൽ. ദ ആൻറ്റിനെ ആർ സ്മോൾ, മൈക്രോസ്കോപ്പിക് ആൻഡ് 3 segmented. 3 സെഗ്മെൻറ്റ്സ് ആകെയുള്ളൂ. അതിൽ തേർഡ് സെഗ്മെൻറ്റ് ഇസ് എൻലാർജ്ഡ് ആൻഡ് ബിയേഴ്സ് എ ബ്രിസൽ കോൾഡ് ദി അരിസ്റ്റ. അതായത് ആകെ 3 സെഗ്മെൻറ്റ്സേ ഉള്ളൂ. ഇത് സ്കേപ്പ്, ഇത് പെഡിസല, ലാസ്റ്റ് സെഗ്മെൻറ്റ് ഒറ്റ സെഗ്മെൻറ്റാണ് ഫ്ലജല്ലം. ഫ്ലജല്ലത്തിന് ഒറ്റ സെഗ്മെൻറ്റേ ഉള്ളൂ. പക്ഷേ ഫ്ലജല്ലത്തിൽ നിന്ന് ഒരു ബ്രിസിൽ അറൈസ് ചെയ്യുന്നുണ്ട്. ആ ബ്രിസിൽ എന്ന് പറയുന്ന പേരാണ് അരിസ്റ്റ. എക്സാമ്പിൾ, ഹൗസ് ഫ്ലൈസ്. ഹൗസ് ഫ്ലൈയിൽ കാണുന്ന ടൈപ്പ് ഓഫ് ആൻറ്റിനെയാണ് അരിസ്റ്റേറ്റ് ആൻറ്റിനെ. ഓക്കെ, ഇതാണ് അരിസ്റ്റേറ്റ് ആൻറ്റിനെ. ഇതിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഈ പോർഷനാണ് ആ ആൻറ്റിനൽ പോർഷനായിട്ട് വരുന്നത്. ഈ കാണുന്ന ചെറിയ വാല് പോലെയുള്ള ഇതാണ് ആ അരിസ്റ്റ എന്ന് പറയുന്ന ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, സോ ദെൻ ലാസ്റ്റ് സ്ലൈഡ്, വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് ദി ആൻറ്റിന. ഇതിനൊക്കെയാണ് ആൻറ്റിന യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഒരു ആൻറ്റിന എന്ന് പഠിച്ചു. വാട്ട് ആർ ദ പാർട്സ് ഓഫ് ആൻ ആൻറ്റിന, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിന, ആൻഡ് ലാസ്റ്റ് ഇസ് ദി ഫങ്ഷൻസ് ഓഫ് ആൻറ്റിന. So antennae are primarily used as a sense organ. Sense organ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. They are primary olfactory organs of all insects. അതിൻ്റെ സ്മെല്ല് മനസ്സിലാക്കാനുള്ള, ഓൾഫാക്ടറി എന്ന് വെച്ചാൽ സ്മെല്ല് സെൻസ് ചെയ്യാനുള്ള ഇതാണ് ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ. സോ ഓൾഫാക്ടറി ഓർഗൻസ് ആണ് സ്മെല്ല് സെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓർഗൻസ് ആയിട്ടാണ് കൂടുതൽ ഇൻസെക്ട്സിലും ആൻറ്റിന ഫങ്ഷൻ ചെയ്യുന്നത്. ദ ഹെൽപ്പ് ദ മാൻഡിബിൾസ് ഫോർ ഹോൾഡിംഗ് ദ പ്രേ ആൻഡ് ഫോർ മാസ്റ്റിക്കേഷൻ ഓഫ് ദി ഫുഡ് മെറ്റീരിയൽ. മാൻഡിബിൾസ് എന്താണെന്നുള്ളത് നമ്മൾ മൗത്ത് പാർട്സിൽ വരുന്ന ഒരു ഭാഗമാണ് മാൻഡിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ മാൻഡിബിൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഇൻസെക്ട്സ് തൻ്റെ ഭക്ഷണത്തെ പിടിച്ചു നിർത്തുന്നത്.
ഇറ്റ് ഹെൽപ്സ് ഇൻ സെക്ഷുവൽ ഡൈമോർഫിസം. ലൈക്ക് സെക്ഷുവൽ ഡൈമോർഫിസം എന്ന് വെച്ചാൽ മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയാനായിട്ട്. നമ്മൾ മോസ്കിറ്റോസിൻ്റെ കേസിലെടുത്തപ്പം ഈ ആൻറ്റിനെ ഉപയോഗിച്ച് നമുക്ക് മെയിൽ മോസ്കിറ്റോയും ഫീമെയിൽ മോസ്കിറ്റോയും തമ്മിൽ തിരിച്ചറിയാനായിട്ട് പറ്റും. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ സെക്ഷുവൽ ഡൈമോർഫിസം. ഇൻ സം ഇൻസെക്ട്സ് ദേ ആക്ട് as tactile organs called feelers. നമ്മൾ ആൻറ്റിനയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഫീലേഴ്സ്. ടാക്ടൈൽ ഓർഗൻസ് എന്ന് വെച്ചാൽ ടച്ച് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനായിട്ടും നമുക്ക് ഇതിനെ ഉപയോഗിക്കാനായിട്ട് ചില ഇൻസെക്ട്സ് ഈ ആൻറ്റിനെ ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ കോക്രോച്ച്. നിങ്ങൾ കോക്രോച്ചിനെ ശ്രദ്ധിച്ചാൽ അറിയാം, അത് ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപേ അതിൻ്റെ ആ ആൻറ്റിനെ ഉപയോഗിച്ച് ഫ്രണ്ടിലുള്ള പോർഷൻസ് ഒന്ന് ടച്ച് ചെയ്ത് സെൻസ് ചെയ്തിട്ട് മാത്രമേ, സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ അത് ഫ്രണ്ടിലേക്ക് പോകാറുള്ളൂ. നിങ്ങൾ കുറച്ച് ഒന്ന് ഒബ്സർവ് ചെയ്യാതെ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. Then Johnston's organ is important in the regulation of air speed in flying insects. ജോൺസൺസ് ഓർഗൻ കാണുന്നത് എവിടെയാണ്? സെക്കൻഡ് സെഗ്മെൻറ്റ്, അതായത് പെഡിസലിലാണ് കാണുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഫ്ലൈയിങ് ഇൻസെക്ട്സിൽ അത് ഒരു ഓഡിറ്ററി ഓർഗൻ ആയിട്ടാണ് പഠിച്ചത്. അപ്പം ഫ്ലൈയിങ് ഇൻസെക്ട്സിലേക്ക് വരുമ്പോഴത്തേക്കും അത് ആ ഫ്ലൈറ്റ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്, കറക്റ്റായിട്ട് ആ ഫ്ലൈറ്റ് കറക്റ്റ് ആവാനുള്ള ഫ്ലൈറ്റ് റെഗുലേഷന് വേണ്ടിയുള്ള ഒരു ഓർഗനായിട്ടും ഈ ജോൺസ്റ്റൺസ് ഓർഗൻ ഉപയോഗിക്കാറുണ്ട്. It perceives smell, humidity changes, variation in temperature, vibrations, wind velocity and its direction. Okay, ഇത്രയും കാര്യങ്ങൾ സെൻസ് ചെയ്യാനായിട്ട് ആൻറ്റിന ഉപയോഗിക്കും. ആൻഡ് ഇറ്റ് പെർസീവ്സ് ദ ഫോർവേഡ് എൻവിറോൺമെൻറ്റ് ആൻഡ് ഡിറ്റക്ട് ദി ഡേഞ്ചർ. ഓക്കെ, അപ്പം ഇത്രയുമാണ് ആൻറ്റിനയുടെ ഫങ്ഷൻസ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇൻസെക്റ്റ് ആൻറ്റിനയെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. എന്താണ് ഒരു ആൻറ്റിനയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഫീലർ. ഓക്കെ, പിന്നെ അതിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? 3 പാർട്സ് ഉണ്ട്: സ്കേപ്പ്, പെഡിസൽ ആൻഡ് ദി ഫ്ലജല്ലം. ദെൻ അത് കഴിയുമ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിന. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതും പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും മാത്രമേ ഞാനിതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഡിഫറെൻറ്റ് ടൈപ്സ് ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ ഇത്രയുമെങ്കിലും നിങ്ങൾ പഠിക്കണം. ഇത് നിങ്ങൾ ടെക്സ്റ്റും കൂടെ വെച്ച് നോക്കണം. ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഉണ്ട്. നിങ്ങൾക്ക് ഫ്ലബല്ലി ആൻറ്റിനി ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷേ എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ടെക്സ്റ്റിലുള്ളത് നിങ്ങൾ എന്തായാലും പഠിക്കണം. ബാക്കി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ തന്നു എന്നേ ഉള്ളൂ. ദെൻ ലാസ്റ്റ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദി ആൻറ്റിനി. ഓക്കെ, അപ്പം ഇത്രയും നിങ്ങൾ വായിച്ച് കണ്ട് കാണുക. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. Okay, thank you.